പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട ക്രിസ്തു, എല്ലാത്തിലും ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു. അപ്പം നമ്മൾ മനുഷ്യൻ കടന്നു പോകുന്ന സകല വേദനകളും മനുഷ്യാവതാരം എടുത്ത് അനുഭവിച്ച ഒരാളാണ് ആര്? ക്രിസ്തു. അതാണ് ക്രിസ്തുവിൻ്റെ പ്രത്യേകത. മനുഷ്യൻ കടന്നു പോകുന്ന ദാരിദ്ര്യവും പ്രയാസവും രോഗവും ദുഃഖവും എതിർപ്പുകളും ശരീരത്തിൻ്റെ കഷ്ടങ്ങളും എല്ലാം അനുഭവിച്ച ഒരാളാണ് ആര്? ക്രിസ്തു. ഈ അനുഭവിച്ചവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഒരിക്കൽ പോലും വിശപ്പറിയാത്ത ഇന്നത്തെ മനുഷ്യരുടെ പിള്ളേരുടെയൊക്കെ ഒരു പ്രശ്നമാണ്, അവർക്ക് വിശപ്പ് അറിയത്തില്ലെന്നറിയാം. കാരണം വിശക്കാൻ നമ്മൾ സമ്മതിക്കാറില്ല. രാവിലെ കഴിക്കുന്നു, സ്കൂളിൽ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്കൊരു സാധനം കൊടുത്തു വിടും. എന്താ? സ്നാക്സ്, ബ്രഞ്ച് എന്നൊക്കെ എന്നെ പറയുക. ബ്രഞ്ചും അല്ല ലഞ്ചും അല്ലാത്തൊരു സാധനം. ഉച്ചയാകുമ്പോൾ എന്തുണ്ട്? ലഞ്ചുണ്ട്. 4 മണിക്ക് വീട്ടിൽ വരുമ്പോൾ എന്തുണ്ട്? എന്തെങ്കിലുമൊക്കെ കൊടുക്കത്തില്ലേ? കൊടുക്കും. പിന്നെ വൈകുന്നേരം എന്തുണ്ട്? അത്താഴമുണ്ട്. അപ്പോൾ ഇവർക്ക് എന്തോ അറിയത്തില്ല, വിശപ്പറിയത്തില്ല. വിശപ്പറിയാത്തവനോട് വിശപ്പിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇല്ല. വിശപ്പറിയാവുന്ന ഒരാളുണ്ട്, ക്രിസ്തുവ. 30-ാമത്തെ വയസ്സിൽ ഉപവാസം കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? വിശന്നു. ആരെങ്കിലും ഉണ്ടായിരുന്നോ കൊടുക്കാൻ? ഇല്ല. സാത്താൻ കൊടുത്ത് കല്ലപ്പമാക്കാൻ പറഞ്ഞു. 40 ദിവസം ഉപവാസം കഴിഞ്ഞവനെ കഞ്ഞി കൊടുത്താൽ ദഹിക്കത്തില്ല. പൊറോട്ടയും ചിക്കനും കൂടെ തിന്നാമോ 40 ദിവസം ഉപവാസം കഴിഞ്ഞിട്ട്? ദഹിക്കത്തില്ല. അവർക്ക് കഞ്ഞിയാണ് കൊടുക്കുക, അതും നല്ലപോലെ വേവിച്ചു. അതും നിറച്ച് കഴിക്കരുത്, കുടലെല്ലാം ചുരുങ്ങിപ്പോവും. അതുകൊണ്ട് 1-2 സ്പൂൺ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് ഇച്ചിരി കഞ്ഞി കുടിച്ചൊക്കെ വികസിച്ച് വരുന്നു ലൈറ്റായിട്ട്. അങ്ങനെയെങ്കിൽ ക്രിസ്തു 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പം കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു. കഞ്ഞി കുടിച്ചാൽ ദഹിക്കത്തില്ല, പിന്നെ കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കിയാൽ ദഹിക്കുമോ? ഇല്ല. അതുകൊണ്ട് വിശപ്പറിയാവുന്ന ഒരാളുണ്ട്. ആരാ? ക്രിസ്തു. വിശന്നവനെ അവനെ മനസ്സിലാക്കുന്ന കഴിയും. അതുകൊണ്ട് തന്നെ വിശക്കുന്നതിൻ്റെ മുമ്പിൽ കർത്താവ് അപ്പമാവും. അന്ന് വിശപ്പറിയാം. പൈസയുടെ ബുദ്ധിമുട്ട് വലിയൊരു ബുദ്ധിമുട്ട്. നാളെ കരമടയ്ക്കണ്ടേ? 10 ദിവസം ഉറപ്പിക്കുക. നാളെ കരമടച്ചില്ല പ്രശ്നമാണ്. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞു, നീ പോയിട്ട് ഒരു ചൂണ്ടയെടുത്തുകൊണ്ട് പോകും, ഇവിടെ കെട്ടും. നിൻ്റെയൊക്കെ എന്താ ചതുർദ്രഹ്മ പണം അതെടുത്തിട്ട് എൻ്റെ നിൻ്റെ എന്ത് കൊടുത്തോ? കരമടയ്ക്കാൻ പറഞ്ഞു. ഇപ്പോൾ പൈസ ഇല്ലാന്ന് കൊണ്ട് പൈസയുടെ ബുദ്ധിമുട്ടറിയാം. എല്ലാ ബുദ്ധിമുട്ടുകളും ഒരുപോലെ അറിയുന്ന ഒരാളുണ്ട്. ആരാ? ക്രിസ്തു. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ അപമാനിക്കാൻ ഒക്കുന്ന ഒരു വാക്കാണ് ഭ്രാന്താന്ന് വിളിച്ചത്. അവന് വട്ട. ക്രിസ്തുവിനെ അവർ ഭ്രാന്താന്ന് പറഞ്ഞു. അതും ബന്ധുക്കളാണ് പറഞ്ഞത്. അവന് ബയൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കണം. അതുകൊണ്ട് അവരവനെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ വന്നു. ഹീ ഈസ് ബിസൈഡ് ഹിംസെൽഫ്. അവന് ഭ്രാന്ത, പൈത്യക്കാരനാണ്. അതുകൊണ്ട് അവനെ പിടിച്ചു കെട്ടണം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ അപമാനിക്കാൻ നോക്കുന്ന ഏറ്റവും വലിയൊരു വാക്കാണ് വട്ടാന്ന് പറയുക. വട്ടാന്ന് പറയുന്നവരെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. ജീവിതത്തിൽ വട്ടാന്ന് വിളിക്കപ്പെട്ട ഒരാൾ. അവിടെ നടന്നു പോയ വഴിയിലൊക്കെ അവർ പറഞ്ഞു പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരെയും സങ്കടങ്ങളെ കാണാൻ കഴിയുന്ന ഒരുവനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ നമുക്ക് പക്ഷപാതം ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ മനുഷ്യരെല്ലാം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, സകലമാന മനുഷ്യരും സങ്കടങ്ങൾ പറയാനെത്തുന്ന ആരുടെ എടുക്കലാണ്? കർത്താവിൻ്റെ എടുക്കലാണ്. സകലമാന മനുഷ്യരും കരയുന്ന ആരുടെ എടുക്കലാണ്? കർത്താവിൻ്റെ എടുക്കലാണ്. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ അടുക്കൽ കരയുക? കണ്ണീരിനെ ഗൗരവമായി കാണുന്നതിൻ്റെ മുമ്പിലേ മനുഷ്യൻ കരയത്തുള്ളൂ. സ്ട്രീറ്റ് ചിൽഡ്രനാണ്, തെരുവ് പിള്ളേരെയൊക്കെ നമ്മൾ നോക്കിക്കണം. അമ്മമാർ തട്ടി വീണാലോ എഴുന്നേറ്റങ്ങ് പോകും. കാരണം അവർ കിടന്ന് കരയത്തൊന്നുമില്ല. തെരുവ് പിള്ളേർ തട്ടി വീണ ആര് നോക്കാനാണ്? പക്ഷെ നമ്മുടെയൊക്കെ നിലത്ത് വീണാൽ കണ്ടിട്ടില്ലേ? കണ്ടെന്ന് തോന്നിയാൽ പിന്നെ കിടന്നുരുളും. കണ്ടില്ലേ അതും എഴുന്നേറ്റ് പൊക്കോളും. കണ്ടാലോ പിന്നെ വരണം, എടുക്കണം, തൂക്കണം. ആ നിലത്തിട്ട് 3 ചവിട്ടൊക്കെ കൊടുക്കുന്നതാണ്. എന്തിനാണെന്നറിയത്തില്ല. അവനെ ഒന്ന് സന്തോഷിപ്പിക്കാനാണ്. എന്തുകൊണ്ടാണ് പിള്ളേർ കരഞ്ഞത്? നമ്മളും പറയും കണ്ടതിൻ്റെ മൂച്ച. കണ്ടില്ല കാണാത്തവർ കരച്ചിൽ കാണാൻ ആളില്ലെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്യത്തില്ല? കരയത്തില്ല. എന്തുകൊണ്ടാണ് ഇവിടുത്തെ മുമ്പിൽ കരയുക? ക്രിസ്തുവിൻ്റെ മുമ്പിൽ മനുഷ്യൻ കരയുന്നത് ഒറ്റ കാര്യം കൊണ്ടാണ്. എല്ലാ കണ്ണീരിനെയും ഗൗരവമായി കാണുന്ന ഒരാളേ ഉള്ളൂ, കർത്താവ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്ത്രീയെ, നീ എന്തിനെയാണ് തിരയുന്നത്? നീ ആരെയാണ് തിരയുക? നീ എന്തിനാണ് കരയുന്നത്? നീ എന്താണ് തിരയുന്നത്? നീ എന്താണ് കരയുന്നത്? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആദ്യം ചോദിച്ച ചോദ്യം ഇതാണ്, നീ എന്തിനാണ് കരയുന്നത്? കാരണം സ്ത്രീയോടാണ് ചോദിക്കുക.
കർത്താവിനും അറിയാവുന്നൊരു കാര്യമുണ്ട്, സ്ത്രീ കരയുന്നത് എന്തിനാണെന്ന് പലപ്പോഴും സ്ത്രീക്ക് പോലും അറിയത്തില്ല. എന്തോ അവളെ എന്തു ചെയ്യും, കരയിപ്പിക്കും. എന്നും കരയിക്കണം. സീരിയൽ കണ്ടു അവളെന്ത് ചെയ്യും, കരയും. ആകാശദൂത് എന്ന സിനിമ കണ്ടപ്പോൾ അവൾ കരഞ്ഞു. കേരളത്തിലെ മുഴുവൻ സീരിയലുകളും വിജയിച്ചതും അവൾ കരഞ്ഞതുകൊണ്ടാണ്. അപ്പം എന്തോ അവളെ എന്തു ചെയ്യും, കരയിക്കും. അതുകൊണ്ട് തന്നെ കർത്താവ് ചോദിക്കുന്നു. അതുകൊണ്ട് അവിടെ കണ്ണീരിനെ ആരും കാണാറില്ല. കെട്ടിയവൻ്റെ മുമ്പിൽ കരഞ്ഞാൽ അവൻ പറയും, തൻ്റെ വീടിനെ മൂക്കണ്ണീരൊരിപ്പിക്കുക, അയ്യേ മുങ്ങിക്കണ്ണി നടക്കുന്ന ചവിട്ടി വെച്ച് കൊടുക്കണമെന്ന് പറയും. പിള്ളേരുടെ മുമ്പിൽ കരഞ്ഞാൽ അറിയാം, അമ്മയ്ക്ക് കരഞ്ഞ് കാര്യം സാധിക്കാനേ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് കരയുന്നത്, നീ ആരെയാണ് തിരയുന്നത്? ഇതുമാത്രം കണ്ണീരിനെ ഗൗരവമായി കാണുന്ന ആരാ ഉള്ളത്? അതുകൊണ്ടാണ് ഈ മനുഷ്യർ മുഴുവൻ ചെന്ന് കരയുന്നത്. ഒരാളുടെ അടുക്കൽ, ക്രിസ്തുവിൻ്റെ അടുക്കൽ. ചിലപ്പോഴൊക്കെ കാണാൻ പോകുന്ന വഴികളിലൊക്കെ കുരിശിൻ്റെ മുമ്പിലൊക്കെ ഇന്ന് വല്ലാതെ കരയുന്ന സഹോദരങ്ങൾ. നമുക്ക് രൂപാരാധനകളിൽ നാം വിശ്വസിക്കുന്നില്ലെങ്കിലും അതിനാണ് ക്രിസ്തുവിൻ്റെ മുമ്പിൽ അവർ കരയുക. ഒരു വിശ്വാസമാണ്, ഒരു ഉറപ്പാണ്. കണ്ണീരിനെ ഗൗരവമായി ആര് കാണും? കർത്താവ് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി എല്ലാം അനുഭവിച്ച കർത്താവ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു? മധ്യസ്ഥ അണയ്ക്കുകയാണ്. അപ്പോൾ ഏറ്റവും വലിയ മധ്യസ്ഥതയ്ക്ക് ഉദാഹരണമെന്ന് പറയുന്നത്, റോൾ മോഡൽ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? കർത്താവ് തന്നെയാണ്. അരകാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ, അരകാശിനും മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തേരത്തിൽ പാർത്തല്ലോ നീ. 33 കൊല്ലം പാർത്തേരത്തിൽ. കർത്താവേ നിൻ രൂപമേനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. കർത്താ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. വഴിയാധാര ജീവിയായി നീ പാതകത്തെ സന്ദർശിച്ചു. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ. ഓ കർത്താവേ നിൻ എല്ലായ്പ്പോഴും സന്തോഷമേ. കർത്താവേ നിൻ രൂപമേനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. ജന്മസ്ഥലം
വഴിയാധാരജീവിയായി നീ ഭൂലോകത്തെ ഓ വഴിയാധാരജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. കർത്താവേ നിൻ രൂപം എല്ലായ്പ്പോഴും സന്തോഷമേ. കർത്താവേ നിൻ രൂപം എല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലെല്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സാത്താനെ നീ തോൽപ്പിച്ചവൻ സർവായുധം കവർന്നല്ലോ. സാത്താനെ നീ തോൽപ്പിച്ചവൻ സർവായുധം കവർന്നല്ലോ. സാധുക്കൾക്കു സങ്കേതമായി ഭൂലോകത്തിൽ നീ മാത്രമേ. സാധു കരങ്ങളെല്ലാം ഉയർത്തി സങ്കേതമാ ഭൂലോകത്തിൽ നീ മാത്രമേ. ചങ്കിൽ ചോരാഗദശവേനിൽ വെച്ചുണ്ടായ പോരാട്ടത്തിൽ ചങ്കിൽ ചോരാഗദശവേനിൽ വെച്ചുണ്ടായ പോരാട്ടത്തിൽ തുള്ളി തുള്ളി വിയർത്തതാ ദൈവകോപം നീങ്ങിപ്പോയി. തുള്ളി തുള്ളി വിയർത്തതാ ദൈവകോപം നീങ്ങിപ്പോയി. ക്രൂശിന്മേൽ നീ കൈകാലുകളിൽ ആണിയേറ്റു കരയും നേരം. ക്രൂശിന്മേൽ നീ കൈകാലുകളിൽ ആണിയേറ്റു കരയും നേരം. നരകത്തിൻ്റെ തിരമാലയിൽ നിന്നോരാരെ രക്ഷിച്ചു നീ. നരകത്തിൻ്റെ തിരമാലയിൽ നിന്നെല്ലാം രക്ഷിച്ചു നീ. ഓ തേജസ്സിൻ്റെ കർത്താവേ എൻ പ്രാണപ്രിയ സർവ്വസമേ. തേജസ്സിൻ്റെ കർത്താവേ എൻ പ്രാണപ്രിയ സർവ്വസമേ. എലീലേരി സങ്കേതമേ വീണ്ടും വേഗം വന്നീ. ഇരുകരങ്ങൾ ഉയർത്തി പാടിയേ. എലീലേരിൻ സങ്കേതമേ വീണ്ടും വേഗം വന്നീടണേ. അരകാശിനോ മുതലില്ലാതെ തലചായി പാനും സ്ഥലമില്ലാതെ. അരക്കാശിനു മുതലില്ലാതെ തലചായി പാനും സ്ഥലമില്ലാതെ. 33 കൊല്ലം പാർത്തലത്തിൽ
പട്ടാളക്കാർ അല്ലാത്തോർക്കും യഹൂദർക്കും റോമാക്കാർക്കും പട്ടാളക്കാർ അല്ലാത്തോർക്കും ഇഷ്ടം പോലെ എന്തും ചെയ്യാം. കുഞ്ഞാടുപോൽ നിന്നല്ലോ നീ ഇഷ്ടം പോലെ എന്തും ചെയ്യാം. കുഞ്ഞാടുപോൽ നിന്നല്ലോ നീ. കർത്താവേ നിൻ രൂപമേ എല്ലായ്പ്പോഴും സന്തോഷമേ. കർത്താവേ നിൻ പാപം എനി എല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലോ ഭൂമി ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. തേജസ്സിന്റെ കർത്താവേ എൻ പ്രാണപ്രിയ സർവസ്വമേ. തേജസ്സിന്റെ കർത്താവേ എൻ പ്രാണപ്രിയ സർവസ്വമേ. ഗലീലേരിൻ സങ്കേതമേ വീണ്ടും വേഗം വന്നിടണേ. എല്ലാരും പ്രാർത്ഥിക്കാം. വീണ്ടും ഇതുപോലെ എല്ലാ മനുഷ്യരെ അറിയാൻ കഴിയുന്ന ഒരുവനും ഇല്ല കേട്ടോ. ഗലീലേരി സങ്കേതമേ വീണ്ടും വേഗം വന്നിടണേ. ഗലീലേരി സങ്കേതമേ വീണ്ടും വേഗം വന്നിടണേ. ഓ കർത്താവേ നിൻ രൂപമേ എല്ലായ്പ്പോഴും സന്തോഷമേ. ഓ കർത്താവേ നിൻ രൂപം എനി എല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സാത്താനെ നീ തോൽപ്പിച്ചവേ സർവായുധം കവർന്നല്ലോ. സാത്താനെ നീ തോൽപ്പിച്ചവൻ സർവായുധം കവർന്നല്ലോ. സാധുക്കൾക്കു സങ്കേതമായി ഭൂലോകത്തിൽ നീ മാത്രമേ. സാധുക്കൾക്കു സങ്കേതമായി ഭൂലോകത്തിൽ നീ മാത്രമേ. സാധുക്കൾക്കു സങ്കേതമായി ഭൂലോകത്തിൽ നീ മാത്രമേ. എല്ലാം അറിഞ്ഞ, എല്ലാം അനുഭവിച്ച, എല്ലാം ശീലിച്ച ഒരുവനുണ്ട്, നസറേയനായ യേശു. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകത, സകല മനുഷ്യരെയും അറിയാൻ കഴിയും, സകല മനുഷ്യരെയും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ലോകമെമ്പാടും എല്ലാവരും അവരുടെ സങ്കടങ്ങൾ അവിടത്തോട് പറയുക.
അവിടുത്തോട് പറയുക. മുഴുവൻ പേരെ അറിയാൻ കഴിയുന്ന 33 വർഷത്തെ കൊച്ചു ആയുസ് കൊണ്ട് ഒരു മനുഷ്യൻ കടന്നു പോകുന്ന സകല വേദനകളിലൂടെയും കടന്നു പോയ, ചെറുപ്പത്തിൻ്റെ നല്ല യൗവനത്തിൽ മരണത്തിൻ്റെ വേദന ആവോളം അനുഭവിച്ച, വിശപ്പിൻ്റെ രുചി അറിഞ്ഞ, ഒറ്റപ്പെടൽ അനുഭവിച്ച, ഭ്രാന്തനെന്ന് വിളി കേട്ട, ആക്ഷേപിക്കപ്പെട്ട, ചാട്ടവാർ കൊണ്ടടിയേറ്റവൻ, മുഖത്ത് തുപ്പലേറ്റവൻ, ഇന്നലെ എല്ലാവരും ജയം വിളിച്ചിട്ട് അടുത്ത ദിവസം നിന്നെ വേണ്ടെന്ന് പറഞ്ഞവൻ, സകലരെ അറിയാൻ കഴിയുന്ന ഒരുവനുണ്ട്. അതുകൊണ്ട് അവിടുന്ന് നമുക്ക് മധ്യസ്ഥനായി മാറുന്നത്. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഏക മധ്യസ്ഥൻ യേശു. പക്ഷെ എന്തുകൊണ്ടാണ് മധ്യസ്ഥ അണയ്ക്കാൻ കഴിയുന്നത്? ഒരുവൻ ചെന്ന് സങ്കടം പറയുമ്പോൾ ഒരിക്കലും പറയില്ല നിനക്ക് വേറെ പണിയില്ല. ഒറ്റ പെട്ടുപോയ മനുഷ്യന് അവരുടെ വേദനകൾ ചിലപ്പം കേൾക്കുമ്പോൾ ഹന്ന കരയുക. അവളുടെ ശബ്ദം പുറത്തു വരാനില്ല. പുരോഹിതൻ ചെയ്തത് അവൾ മദ്യപിച്ചെന്ന് ഓർക്കുക. പക്ഷെ ഞരക്കം പോലും തിരിച്ചറിയുന്ന ഒരുവനുണ്ട്, യേശുവ. ഒരു കുരുടൻ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിക്കുന്നു, യേശുവേ ദാവീദ് പുത്ര. ഈ ബഹളങ്ങൾക്കിടയിൽ അവൻ്റെ ശബ്ദം ആര് കേൾക്കാൻ? പക്ഷെ അതും കേട്ടവൻ. തിരക്കുകൾക്കിടയിൽ ഒരുവൻ ഓടി കാട്ടത്തിമേ കയറി, ആര് ശ്രദ്ധിക്കാൻ? പക്ഷെ അവിടെ വന്നപ്പം മേപ്പോട്ട് നോക്കിയിട്ട് പറഞ്ഞു, സക്കായി ഇറങ്ങി വാ. 2 പെങ്ങന്മാരുടെ കരച്ചിൽ കണ്ടിട്ട് അവിടെ ചെന്ന് അവരോടൊപ്പം കരഞ്ഞു. സാധുക്കൾക്കു സങ്കേതമായി ഭൂലോകത്തിൽ നീ മാത്രമേ, സാധുക്കൾക്കു സങ്കേതമായി നീ മാത്രമേ. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയവരെ വരെ ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന ക്രിസ്തു. എല്ലാ സങ്കടങ്ങളും അവനോട് പറയാം. പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല ഒരു വാചകമാണ് ഹന്നായുടെ. അവൾ അവിടെ ഹൃദയം ദൈവസന്ധി പകരുകയാണ്. ഹൃദയം പകരുന്നത് പ്രാർത്ഥന. കണ്ണടച്ച് ഉപവാസ പ്രാർത്ഥനയുടെ 12ാമത്തെ ദിവസം എല്ലാവരെയും കേൾക്കാൻ അവിടുന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. സകലരെയും കേൾക്കാൻ. നിങ്ങളെ സുഖം അനുഭവിക്കുന്നവർ പാട്ട് പാടട്ടെ. സന്തോഷവും സുഖമൊക്കെ ഉള്ളവർ പല വഴികളിൽ പോകും. ജീവിതത്തിൻ്റെ 1000 വേദനകളിൽ അങ്ങ് മാത്രമെന്നുള്ളവർക്ക് അവിടുത്തെ പാദത്തിൽ ഇങ്ങനെ ഇരിക്കും. സാധുക്കൾക്ക് സങ്കേതമായി ഇന്ന് അവനോടുണ്ട്. എല്ലാം കേൾക്കാൻ, എല്ലാം അറിയാൻ കഴിയുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം പറയാം, എല്ലാം കേൾക്കും. പ്രജഡീസ് ഇല്ലാതെ, മുൻവിധികളില്ലാതെ കേൾക്കും. മുൻവിധികളില്ലാതെ ഉത്തരമല്ല. പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ സകല വേദനകളെയും പ്രിയൻ്റെ അടുക്കലോട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ച് എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് ഇന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം. മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം. അവരവരുടെ മനസ്സിൻ്റെ താല്പര്യങ്ങൾ പോലെ 1 മിനിറ്റ് പ്രാർത്ഥിച്ച് എല്ലാ വേദനയും അവനോട് പറഞ്ഞ്, എല്ലാ വേദനയും പറഞ്ഞ്. സാധുക്കൾക്കു സങ്കേതമായി ഭൂലോകത്തിൽ നീ മാത്രം, സാധുക്കൾക്ക് ഭൂലോകത്തിൽ നീ മാത്രം, സാധു
ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള അവിടുന്ന് ഇവിടെ ഉണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവിടുന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പ ഏക മധ്യസ്ഥൻ, മനുഷ്യായുസിൽ കടന്നു പോകുന്ന സകല വേദനകളും 33 വയസ്സുകൊണ്ട് അനുഭവിച്ചവൻ, കുഞ്ഞു മുതൽ വലിയവർ വരെ. അരകാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ, അരക മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ല. യേശുവേ, യേശുവേ, അരകാശിന് മുതലില്ല തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം ഭൂലോകത്തിൽ പാർത്തല്ലോ നീ. കൊല്ലം. മുഴങ്കാലി പ്രാർത്ഥിക്കാവുന്ന മുഴങ്കാലി പ്രാർത്ഥിക്കാം. എല്ലാവരോടും പറയണം, എല്ലാം എല്ലാം എല്ലാം. അടുത്ത ആരുണ്ടെന്നോ മുഴങ്കാലി പ്രാർത്ഥിക്കാൻ ആരോഗ്യമുള്ളവരും മാത്രമേ പ്രാർത്ഥിക്കൂ. അന്നാഹൃദയം പകർന്നു, അന്നാഹൃദയം പകർന്നു. ഒരു കുപ്പിയിൽ നിന്ന് ഒരു കുപ്പിയിലോട്ട് വെള്ളം പകരുന്ന പോലെ ഷിപ്പോട് അവിടെ ഹെർ ഹാർട്ട്, അവളവിടെ ഹൃദയം പകരും. യേശുവേ, യേശുവേ, ഈ ജനത്തോട് കരുണ തോന്നണം. ഇവരുടെ സങ്കടങ്ങളെല്ലാം കാണണം, വേദനകളെ കേൾക്കണം. വൃദ്ധരുണ്ട് കർത്താവേ, കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. കരുണ കാണിക്കണം. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് പങ്കം വരുത്തത്തില്ല. വലിയ കാശുകാരല്ല കർത്താവേ, വലിയ കൂലിലന്മാരല്ല കർത്താവേ, വലിയ കൂടിയ ആൾക്കാരൊന്നുമല്ല, സാധുക്കളായ ദൈവജനം. എന്റെ ദൈവമേ, ഈ 12-ാം ദിനം ഇവിടെ സങ്കടങ്ങളെ കാണണം. ഈ 12-ാം ദിനം മക്കളുടെ സമാധാനം, അവിടെ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ഇവിടെ വേദനകൾ.
കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. ഞെട്ടിയുണർന്നു നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരിയുണ്ട്. ഞെട്ടിയുണർന്നു നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരിയുണ്ട്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ല. ഈ ജനത്തോട് ഇന്ന് കരുണ തോന്നണേ. ഇന്ന് ഉപവാസത്തിന്റെ 12ാമത്തെ ദിവസം. ഈ ജനത്തോട് കരുണ തോന്നണമേ. ദാസനോട് കരുണ തോന്നണമേ. ഈ പ്രാർത്ഥനകളിൽ വലിയ അത്ഭുതങ്ങൾ നടക്കണമേ. ആരുമില്ല നീയൊഴികെ ചാരുവാ ഒരാ പാരിലൻ പ്രിയ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാ പാരിലൻ പ്രിയ. ഗിരികളിൽ കണ്ണുകളുയർത്തി ഞാനോതും, എവിടെയാ എൻ്റെ സഹായം? ഗിരികളിൽ കണ്ണുകളുയർത്തി ഞാനോതും, എവിടെയാണ് എൻ്റെ സഹായം? വരുമൻ സഹായം ഉലകമാകാശം ഇവയുളവാക്കിയ നിന്ന. ആരുമില്ല. കരമുയർത്തി പാടുകയും നീ ഒഴികെ നീറി നീറി ഖേദങ്ങൾ മൂലം എരിയുന്നൻ മാനസം. നീറി നീറി ഖേദങ്ങൾ മൂലം എരിയുന്നൻ മാനസം. നിന്തിരുമാർവിൽ ചാരുവതല്ല ആശ്വസിക്കുമോ? ആശ്വസിക്കുമോ?
ജനത്തെ കരുണ തോന്നി സഹായിക്കണമേ. അങ്ങ് എഴുന്നള്ളി വന്ന് ഇവരെ തൊടണമേ. ഈ ജനത്തെ ഒന്ന് ചേർത്ത് പിടിക്കണമേ. കർത്താവേ, അത്ഭുതങ്ങൾ നടക്കണമേ. ഈ പ്രാർത്ഥനയിൽ അവർ കർത്താവിന് സന്ധി വെക്കുന്ന എല്ലാ അവരുടെ ജീവിത പ്രശ്നങ്ങളുടെ മേൽ, നൊമ്പരങ്ങളുടെ മേൽ, വേദനകളുടെ മേൽ ഉത്തരങ്ങളായി എഴുന്നള്ളി വരണമേ. ആരുമില്ല ഖേദങ്ങൾ മൂലം എരിയുന്ന മാനസം, നീറി നീറി ഖേദങ്ങൾ മൂലം എരിയുന്ന മാനസം, നിന്തിരുമാർവിൽ ചാരുവതല്ല ആശ്വസിക്കുമോ, മരുവിൽ തൻ പ്രിയനോടു ചാരി വരും സഭയാം തരുണീമണി ഭാഗ്യവതി തന്നെ. സഭയാടെ മാർവില മരുവിൽ തൻ പ്രിയനോടു ചാരി വരും സഭയാം തരുണീമണി ഭാഗ്യവതി തന്നെ. മരുഭൂമിവാസം തരുമൊരു ക്ലേശം അറിയുന്നില്ലേ അവൾ ലേശം. മരുഭൂമിവാസം തരുമൊരു ക്ലേശം അറിയുന്നില്ലേ അവൾ ലേശം. ആരുമില്ല ചാരുമാ, അങ്ങ് മാത്രം, അങ്ങ് മാത്രം, അങ്ങ് മാത്രം, അങ്ങ് മാത്രം. എൻ്റെ അപ്പ, എൻ്റെ അപ്പ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിങ്ങിക്കരയുന്നവരിനകത്തുണ്ട് കർത്താവേ. അവിടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളുടെ മേൽ, അവിടെ കൊച്ചുമക്കളുടെ വിഷയങ്ങളുടെ മേൽ ദൈവകരം വെക്കണമേ. വിവാഹപ്രായവെത്തിയ മക്കൾക്ക് വേണ്ടി വേദനപ്പെടുന്നവർ ദൈവാത്മകങ്ങളെ ചെയ്യണം. കടഭാരങ്ങളാൽ ഭാരപ്പെടുന്നവർ ദൈവം പ്രവർത്തിക്കണേ. രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടവർ, വീടില്ലാത്തവർ, ദാവീദിന്റെ കൂടെ ഉള്ളതുപോലെ ഞെരുക്കവും കടവും പ്രയാസവും കഷ്ടങ്ങളും ഉള്ള കുറെ പേർ യേശുവേ. കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് വലിയ നിയോഗം തരുന്നു. ഇന്ന് പകലിൽ ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനകളുടെ മേൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഉത്തരങ്ങളായി എഴുന്നേക്കും. ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥനയാണ് ഇവിടെ നടത്തപ്പെടുക. ഈ നടക്കപ്പെടുന്ന ഉപവാസ പ്രാർത്ഥനയിൽ 12ാമത് പകലിൽ നിങ്ങളുടെ വേദനകൾ ദൈവത്തോട് പകരുക, നിങ്ങളുടെ സങ്കടങ്ങൾ കർത്താവിനോട് പകരുക. ഒരുവനുണ്ട് നമ്മുടെ മധ്യസ്ഥയ്ക്ക് വേണ്ടി, ഒറ്റ മധ്യസ്ഥൻ യേശു മാത്രം. മറ്റൊരു മധ്യസ്ഥനില്ല. ഒരേ ഒരു മധ്യസ്ഥൻ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ, അത് നമ്മുടെ ക്രിസ്തു. എന്തുകൊണ്ടാണ് ക്രിസ്തു മധ്യസ്ഥത അണയ്ക്കുന്നത്? സകല വേദനകളും അറിയുന്ന ക്രിസ്തു, സകല നൊമ്പരങ്ങളും അറിയുന്ന ക്രിസ്തു, സകല വേദനകളും അറിഞ്ഞ ക്രിസ്തു 33 വയസ്സുകൊണ്ട് ഒരു മനുഷ്യ ആയുസ്സിൽ അനുഭവിക്കുന്ന സകല വേദനകളും പച്ചയ്ക്ക് പൂർണ്ണ മനുഷ്യനായി അറിഞ്ഞ ക്രിസ്തു പറയുന്നു, നിന്റെ വേദന എനിക്കറിയാം, നിന്റെ നൊമ്പരം എനിക്കറിയാം, നിന്റെ സങ്കടം എനിക്കറിയാം. ആ യേശു ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. താതന്റെ മാർവല്ലേ ചൂടനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്, താതന്റെ മാർവല്ലേ ചൂടനിക്ക്.
ഒരു യോഹന്നാൻ ഇങ്ങനെ യേശുവിനെ മാറിയിരിപ്പുണ്ട്. യേശുവിനെ മാറോട് ചാരി എല്ലാവരും ആ കർത്താവിൻ്റെ മാറിലൊന്ന് ചാരിയിരുന്നത് കൊണ്ട് അവിടെ വലിയൊരു ഒരു ഗുഹ പോലൊരു മുറിവുണ്ട്. ചങ്ക് കൊണ്ട് കുത്തിയത്, ചങ്കത്ത് കുന്തം കൊണ്ട് കുത്തിയ മുറിവ്, പഞ്ചമുറിവുകളിലൂടെ ഒഴുകുക. ആ ചങ്കോട് ചേർത്ത് നമ്മളെ സ്വീകരിക്കുന്ന കർത്താവിൻ്റെ സന്നി ആ മാറിലൊന്ന് ചാരിയിരുന്നു കൊണ്ടെല്ലാം പറഞ്ഞു. താതന്റെ മാർവല്ലേ ചൂടനിക്ക്, താതന്റെ കൈ. അവൻ നമ്മുടെ വലങ്കരം കൊണ്ട് നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കും കേട്ടോ. എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ 1000 പണ്ട് ചൂടനിക്ക് താതന്റെ കൈയല്ലേ കൊതിയേറുന്നേ അരികിൽ വരാ തിരുപാദത്തിൽ കിടന്നിടുവാ കൊതിയേറുന്നേ അരികിൽ വരാ തിരുപാദത്തിൽ കിടന്നിടുവാൻ ആരാധന 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 ഓ ആരാധന ആരാധന നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതം അങ്ങൻ്റെ കോട്ടയും അങ്ങൻ്റെ പ്രാണനാഥൻ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമില്ല സേവിച്ചിടും ഞാൻ എൻ സർവ്വമടിയനി എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ വൈകാരിക ആവേശത്തിൽ പറയല്ല. പക്ഷെ ഇന്ന് ദൈവാത്മാവിനോട് പറയുന്നു, ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശ്രദ്ധയോടെ ചെവി തുറന്ന് ഓരോരുത്തരെയും കേൾക്കാൻ. ഞാൻ അറിയുന്ന ഞാൻ തൊട്ട എനിക്കറിയാവുന്ന കർത്താവിനോട് ഓരോരുത്തരുടെയും കേൾക്കും. ഓ അടിയനിതാ ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഘോരവിപത്തുകളിൽ എന്നെ താൻ ശാശ്വത ഭുജങ്ങളാൽ മാർവോടണച്ചിടും ഈ സ്നേഹസ്വരൂപ ആത്മസ്നേഹം. ഈ സ്നേഹ വിഷം പറഞ്ഞത് കൊണ്ട് വിശന്നവരുടെ മുമ്പിൽ അവൻ അപ്പമായിട്ട് വരും.
രോഗം ശീലിച്ചതുകൊണ്ട് അവൻ സൗഖ്യമായി വരും. വേദന അറിഞ്ഞതുകൊണ്ട് അവിടുന്ന് ആശ്വാസമായി വരും. ഒറ്റപ്പെടൽ അറിഞ്ഞതുകൊണ്ട് അവൻ ചേർത്ത് പിടിക്കാൻ വരും. അതെ യേശു ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ, ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, കോരാവിപത്തു കേളിലെത്താൻ ശാശ്വത ഭുജങ്ങളാൽ ഈ സ്നേഹസ്വരൂപനൻ, ഈ സ്നേഹസ്വരൂപനൻ, ഈ സ്നേഹസ്വരൂപനൻ, യെസ് ഈ സ്നേഹസ്വരൂപനൻ. സ്നേഹസ്വരൂപം വന്നിട്ടുണ്ട് കേട്ടോ. ആത്മസ്നേഹിതനായ ക്രിസ്തു. ആ കർത്താവിനോട് പറ, ഒരു സ്നേഹിതനെ പോലെ. കുഞ്ഞുങ്ങളൊക്കെ പറയത്തില്ലേ, ഇതെൻ്റെ ചങ്കാണ്, ചങ്ക് ബ്രോയാണ്. അതെ, നമ്മുടെ ചങ്കിനോട് ചേർത്ത് പിടിക്കുന്ന സ്നേഹിതൻ, നമ്മുടെ ചങ്ക് സ്നേഹിതൻ. കർത്താവിനോടെല്ലാം പറഞ്ഞ് യോഹന്നാൻ ആ ചങ്കിനെ ചാരിയിരുന്നത് പോലെ ചാരിയിരുന്നതുണ്ട്. എന്തു നല്ലൊരു സഖിയേശു, പാപ ദുഃഖം വഹിക്കും, എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. ഗതസമനയുടെ തീവ്രവേദനയിൽ നമ്മുടെ താഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യരോട് പറയുന്നു, നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ. അവർക്ക് പക്ഷേ അത് കഴിഞ്ഞില്ല. യേശു ഒരു കല്ലേറ് ദൂരം വാങ്ങിപ്പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കല്ലേറ് ദൂരം എന്ന് പറയുന്ന ഒരു ഫ്രൈസാണ്, ഒരു നിശ്ചിത അകലം. പക്ഷേ ഓരോരുത്തരുടെയും കല്ലേറ് ദൂരം വ്യത്യാസമാണ്. ഒരു കൊച്ചു കുഞ്ഞ് കല്ലെറിഞ്ഞ ഇച്ചിരിയെ പോകത്തുള്ളൂ. ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ കല്ലെറിഞ്ഞാൽ നല്ല ദൂരം പോകും. വിറയ്ക്കുന്ന കരങ്ങളുള്ള അപ്പച്ചൻ കല്ലെറിഞ്ഞ ഇച്ചിരിയെ പോകത്തുള്ളൂ. കല്ലേറ് ദൂരത്തുണ്ടെന്ന് പറഞ്ഞാൽ അവനവൻ്റെ ദൂരത്തിലുണ്ട്, അവനവൻ്റെ ദൂരത്തിൽ. പ്രാർത്ഥനയിൽ ഞാൻ കേട്ട ഏറ്റവും നല്ലൊരു കാര്യം, ഹൃദയസ്പർശിയായ ഒരു രംഗം. ഒരു കൊച്ചു കുഞ്ഞ്, 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നൊരു കുഞ്ഞ്, അവൻ ഇച്ചിരി ബുദ്ധിക്ക് പുറകില്ല, ഇച്ചിരി പുറകില്ല. ആ കുഞ്ഞ് മുട്ടുകുത്തി കരം ദൈവസന്ധ്യയൊക്കെ മലർത്തി. യാദർച്ഛ്യ ഞാൻ കേട്ടതാ, അവൻ ചങ്കുരുകി ദൈവത്തോട് പ്രാർത്ഥിക്കുക. സ്കൂളിൽ പോയി, കർത്താവേ ആ ടീച്ചർ എന്തൊക്കെയോ പഠിപ്പിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല, ആ ടീച്ചർക്ക് മനസ്സിലായില്ല. ആ ടീച്ചർ എന്നെ അടിച്ചു, എനിക്ക് വല്ലാതെ നൊന്തു. കർത്താപ്പച്ച ഒന്നീ ടീച്ചറെ മാറ്റിത്താ, അല്ലേ എനിക്ക് ബുദ്ധിതാ. നമുക്ക് കേട്ടാൽ ഒരു ഹാസ്യമായിട്ട് തോന്നും. പക്ഷേ ആ കുഞ്ഞിൻ്റെ ദൂരത്ത് കർത്താവുണ്ട്. യെരൂശലേമിലേക്ക് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്ന ക്രിസ്തു കഴുതക്കുട്ടിയുടെ പുറത്ത് വന്നപ്പം എളിയവനായി ഞാൻ ചോദിച്ചു, കർത്താപ്പച്ച ഒരു കുതിരപ്പുറത്ത് വന്നായിരുന്നെങ്കിൽ ഒരു ഗമയൊക്കെ ഇല്ലേ? എൻ്റെ കർത്താവ് എൻ്റെ ചെവിയിൽ ഉത്തരം പറഞ്ഞു, ഞാൻ കുതിരപ്പുറത്ത് വന്നാൽ ഈ പാവം കൊച്ചുങ്ങൾ എങ്ങനെ ഓടി വരും? ബുദ്ധിപ്രശ്നമൊക്കെ ഉള്ള മക്കൾ, അവരെ A+B ആണെന്ന് പറയുമ്പം പിന്നെ അപ്പുറത്തോട്ട് നോക്കി എഴുതുകയാണ്, ഇവരെങ്ങനെ ഓടി വരും? എത്ര പിന്നിപ്പോയവനും, എത്ര നടക്കാൻ വയ്യാത്തവനും, എത്ര സ്ലോ ആയി പോയവനും ഒപ്പം നടക്കാവുന്ന ഭാഗത്തിൽ തണ്ട് കണ്ടോ? കഴുതക്കുട്ടിയുടെ പുറത്ത് പെതുക്കെ ഇങ്ങനെ വരിക. എന്തിനാ? പെതുക്കെ പോകുന്നവരെ ചേർത്ത് പിടിക്കാൻ. അവരുടെ ദൂരത്ത് അവരുണ്ട്, വൃദ്ധരുടെ ദൂരത്ത് അവരുണ്ട്. അവർ സങ്കടപ്പെടുന്നു. ആർക്കും ഒരു ഭാരമായി മാറാതെ എന്നെ എടുത്തോളെ. അവരുടെ ദൂരത്ത് യേശുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടെന്ന് പറഞ്ഞു. എല്ലാവരുടെയും ദൂരത്തുള്ള യേശു. ഒരു പ്രത്യേകതയുണ്ട്, ഹൃദയം നുറങ്ങുമ്പോൾ യഹോവ സമീപസ്ഥനാണ്. കല്ലേറ് ദൂരത്തല്ല. അപ്പം കഷ്ടങ്ങൾ ഇങ്ങനെ അടുത്ത് വരും, കഷ്ടങ്ങളിൽ അടുത്ത് വരും. പകൽ യേശു കല്ലേറ് ദൂരത്തുള്ള കർത്താവ് ഒത്തിരി പേരുടെ അടുത്തുണ്ട്.
ഒത്തിരി പേരുടെ അടുത്തുണ്ട്. എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ചേർത്ത് പിടിക്കാൻ. പിതാവേ, ഇന്ന് പകലിൽ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ പ്രിയരായവർ അങ്ങയോടെല്ലാം പറയുക, എല്ലാം പറയുക. എല്ലാ വേദനകളും ഇറക്കി വെച്ചേ, എല്ലാ വേദനകളും ഇറക്കി വെച്ചോ. ആരും ആരെയും നോക്കരുത്, ആരെയും ശ്രദ്ധിക്കരുത്. സങ്കടങ്ങളെല്ലാം പറഞ്ഞേ. ദൈവമേ,